ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ, കേരള ബജറ്റിലെ വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യത്തെ ബജറ്റ്, വളരെയേറെ പ്രതീക്ഷ നൽകുന്ന ആ ബജറ്റിൽ ഒട്ടേറെ പ്രഖ്യാപനങ്ങളും പ്രതീക്ഷകളും ഉണ്ട്. ആ ബഡ്ജറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നിരവധിയായിട്ടുള്ള പ്രതീക്ഷ, എല്ലാ മേഖലയും ടച്ച് ചെയ്യുന്ന രീതിയിൽ, എല്ലാ മേഖലയും സ്പർശിക്കുന്ന രീതിയിലുള്ള ഒരു ബജറ്റ് തന്നെയാണ്. പക്ഷേ നമ്മൾ പല മേഖലകളിലും കൊടുത്തിരിക്കുന്ന അതിൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള വസ്തുനിഷ്ഠമായിട്ട് പരിശോധിക്കുമ്പോൾ അതിന് യാഥാർത്ഥ്യബോധത്തോടുകൂടി അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് 2-3 കാര്യങ്ങൾ മനസ്സിലാക്കണം. അതിലൊന്നും, ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് അതിൻ്റെ വരുമാനം എന്നുള്ളൊരു ഭാഗമാണ്. വരുമാനം എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെ വരുമാനം എന്ന് പറയുമ്പോൾ ഓൺ ടാക്സ് റവന്യൂ, 2 നോൺ ടാക്സ് റവന്യൂ, മൂന്നാമത്തെ പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ കോൺട്രിബ്യൂഷൻ, പിന്നെ മറ്റ് വരുമാനങ്ങൾ. ഒന്നാമത്തെ. രണ്ടാമത്തെ എൻ്റെ ചെലവാക്കലാണ്. ആ ചെലവാക്കലിന്റെ ഭാഗം വളരെ ഭംഗിയായിട്ട് ഗവൺമെന്റിന്റെ സ്പെൻഡിങ്ങിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഗവൺമെന്റിന്റെ ഡെഫിസിറ്റ് അഥവാ കടം, അതെങ്ങനെ വീട്ടും, അല്ലെ അതെങ്ങനെയാണ്. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ബജറ്റിന്റെ പോയിന്റുള്ളത്. അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വരുമാനത്തെ കുറിച്ച് കാര്യമായി പ്രതിപാദിച്ചിട്ടില്ല എന്നുള്ളത് വലിയ ഒരു പോരായ്മയായിട്ട് എനിക്ക് ബജറ്റിൽ കാണുന്നുണ്ട്. അതായത് നമ്മൾ ഒട്ടേറെ പ്രോജക്റ്റുകൾ, നമ്മൾ ഉദാഹരണം മിഷൻ സമുദ്ര ഉൾപ്പെടെയുള്ള ആയുഷ്മാൻ, നമ്മുടെ ചികിത്സാ ധനസഹായമായിട്ടുള്ള 25 ലക്ഷം രൂപയുടെ ചികിത്സാ ധനസഹായം എന്നുള്ള നിലയിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെ നടപ്പാക്കും എന്നുള്ളത് നമ്മുടെ വരുമാനത്തെ ആശ്രയിച്ചിരിക്കും, ഗവൺമെന്റിന്റെ വരുമാനത്തെ ആശ്രയിക്കും. നമുക്കറിയാം, ഇപ്പോൾ തന്നെ നിലവില് കഴിഞ്ഞ ബഡ്ജറ്റിൽ 55,000 കോടി രൂപയുടെ ഡെഫിസിറ്റ് ഉണ്ടായിരുന്ന, ഒരു റവന്യൂ ഡെഫിസിറ്റ് ഉണ്ടായിരുന്ന ഒരു ബജറ്റ്, ഇപ്പോൾ അത് അതിന്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതായത് വികസനത്തിനുള്ള ചെലവ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയാൽ ഇപ്പൊ പുതിയ ബഡ്ജറ്റിൽ 35,000 കോടി രൂപയുടെ ഒരു ഡെഫിസിറ്റ് ആണ് ഇപ്പൊ കാണിക്കുന്നത്. അപ്പോൾ അത്രയും ഒരു കടക്കമ്മിയിലുള്ള ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ നമുക്ക് വരുമാന സ്രോതസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നമ്മുടെ ചിലവാക്കലിനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ചും വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള തുറമുഖം, മിഷൻ സമുദ്ര വളരെ നല്ലൊരു പ്രൊജക്റ്റാണ്. വളരെ കാഴ്ചപ്പാടുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിന് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് 400 കോടി മാത്രമാണ്. ഈ 400 കോടി രൂപയെന്ന് പറയുന്നത് മിഷൻ സമുദ്രയുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് മതിയാകുമോ എന്നുള്ളതിന് വലിയ ചോദ്യചിഹ്നമാണ്. പ്രത്യേകിച്ചും നമുക്കറിയാം, നമ്മുടെ ഈ പ്രോജക്റ്റ് തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. 2019 തന്നെ പൂർത്തിയാക്കേണ്ട 1ാം ഘട്ടം 2025 തീർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾക്കറിയാം, ആദാനി ഗ്രൂപ്പിന് വയബിലിറ്റി ഗ്യാപ്പ് ഗവൺമെന്റ് അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും വലിയ ചിലവ്, ഏകദേശം 10,000 കോടി ഓൾറെഡി മുടക്കിയിട്ടുള്ള ആ വലിയ പ്രോജക്റ്റിൽ ദിവസം കഴിയുന്തോറും നഷ്ടത്തിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിൽ വലിയ നഷ്ടമായിരിക്കും. അതേസമയത്ത് തന്നെ ലോക ഭൂപടത്തില് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് ഈ തുറമുഖ നഗരം. വലിയ തുറമുഖ നഗരം എന്നുള്ള രീതിയിലാണ് കേരളത്തിന് മുഴുവൻ വരുമാന സ്രോതസ്സും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ശരിക്കും വിഴിഞ്ഞം എന്നുള്ള ഒരു ഏരിയ. നമുക്ക് ഈശ്വരൻ കനിഞ്ഞ് അനുഗ്രഹിച്ച് തന്നെ പ്രകൃതി അവിടെ ഒരു തുറമുഖം എന്നുള്ള സങ്കല്പം അവിടെ ഉണ്ട്. അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ടെങ്കിലും അവിടെ നമുക്ക് എത്രത്തോളം അതിനെ കൂടുതൽ ഫോക്കസോടുകൂടി അത് സമീപിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വേണ്ടത്ര മതിയായിട്ടില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ രണ്ടാമത്, ഈ പറഞ്ഞതുപോലെ ആരോഗ്യ ഇൻഷുറൻസ് മേഖലയിൽ 25 ലക്ഷം രൂപ കവറേജിന് വേണ്ടി അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് 10 കോടി രൂപ മാത്രമാണ്. ഈ 10 കോടി രൂപ എന്ന് പറയുന്നത് നമ്മുടെ പഴയകാല അരിയർ തന്നെ പല സർക്കാർ ആശുപത്രികൾക്കും RCC ഉൾപ്പെടെയുള്ള ആശുപത്രികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലുള്ള ആളുകളുടെ ഗവൺമെന്റ് കൊടുക്കുന്ന പ്രീമിയം ഏകദേശം 400 കോടി 500 കോടിക്ക് മുകളിൽ ഓരോ ഹോസ്പിറ്റലുകൾക്കും കൊടുക്കാനുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ 10 കോടി രൂപ എങ്ങനെ മതിയാകും, എങ്ങനെ അത് നടപ്പാക്കും എന്നുള്ളതിനെ കുറിച്ച് വ്യക്തത ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഇനി മൂന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത് കടത്തെയാണ്. മൂന്നാമത്തെ കടത്തെ കുറിച്ച് പറയുമ്പോൾ കിഫ്ബി എന്ന് പറഞ്ഞ ഒരു എൻറ്റിറ്റിയെ കുറിച്ച് വളരെ ക്ലാരിറ്റി വേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പൊ കിഫ്ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മുമ്പ് വളരെ വിവാദമായിട്ടുള്ള ഒരു എൻറ്റിറ്റി, ഒരു സ്ഥാപനം, അതിപ്പോ ഗവൺമെന്റ് ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് തന്നെ അതിനെക്കുറിച്ച് പഠനം നടത്താൻ വേണ്ടി ഒരു ബോഡിയെ രൂപീകരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം, കിഫ്ബിയുടെ ബാധ്യത ഈ വർഷം മാത്രം 16,000 കോടി രൂപ തിരിച്ചടവ് നടത്തേണ്ടതായിട്ടുണ്ട്. അതേസമയത്ത് നിലവിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് ഏകദേശം 26,000 കോടി രൂപയുണ്ട്. അങ്ങനെ കിഫ്ബി എങ്ങനെ അത് മാനേജ് ചെയ്യും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യചിഹ്നമാണ്. കിഫ്ബിയുടെ മെച്യൂർ ആകുന്ന ഒരുപാട് ബോണ്ടുകളുണ്ട്. അതിനെല്ലാം കൊടുത്തു തീർക്കേണ്ട ഏകദേശം 9.25% മുതൽ 10.5% വരെയുള്ള ഫിക്സഡ് ലോൺ വരെയുണ്ട്. അതെങ്ങനെ കൊടുത്തു തീർക്കും, ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. അങ്ങനെ 3 കാര്യങ്ങൾ: ഒന്ന് വരുമാനം,
ചിലവാക്കല്, മൂന്നാമത് ഇതിന്റെ കടം അഥവാ റവന്യൂ ഡെഫിസിറ്റ് എങ്ങനെ മാനേജ് ചെയ്യും, ഇതിനെ എങ്ങനെ ബാലൻസ് ചെയ്യുന്നുള്ള ഇതിൽ നമുക്ക് കൂടുതലും കാണുന്നത്, ഈ ബഡ്ജറ്റ് കാണുന്നത് രണ്ടാമത്തെ ഭാഗമാണ്. ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്നതിനെ കുറിച്ചും വെൽഫെയർ മിഷൻസിനെ കുറിച്ചുമാണ് കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. വളരെ നല്ല കാര്യമാണ്, സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്ന കാര്യമാണ്. പക്ഷെ അത് നിരന്തരമായിട്ട് സസ്റ്റൈനബിൾ ആയിട്ട് നമുക്ക് തുടർച്ചയായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള വരുമാനം ഉണ്ടാകണം എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്നുള്ളതാണ് വസ്തുത. ലൈറ്റ് മെട്രോയെ സംബന്ധിച്ച് പറയുമ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ വികസനത്തിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ മൊബിലിറ്റിയാണ്. പ്രത്യേകിച്ചും ജനങ്ങളുടെ ക്രയവിക്രയങ്ങളും യാത്രാ സൗകര്യങ്ങളും കൂടുന്നതനുസരിച്ച് വികസനവും ക്യാഷ് ഫ്ലോയും വന്നു ചേരും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് നേരത്തെ ഉണ്ടായിരുന്ന കേരയിൽ മാറി അല്ലെങ്കിൽ മാറ്റി നമുക്കത് പുതിയൊരു രൂപത്തിലേക്ക് വരുന്ന സമയത്ത്, പ്രാക്ടിക്കലായിട്ട് വരുന്ന സമയത്ത് നമ്മള് ലൈറ്റ് മെട്രോ എന്ന് പറഞ്ഞ സങ്കല്പം വന്നിട്ടുണ്ട്. പക്ഷെ അതിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന തുക 20 കോടി രൂപയാണ് ഇപ്പൊ കാണുന്നത് എന്റെ പഠനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ പ്രാരംഭഘട്ടത്തിൽ ആരംഭിച്ചത്, കാരണം സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ തീരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിനെക്കുറിച്ചുള്ള എത്രത്തോളം വിഷൻ, എത്രത്തോളം അലോക്കേഷൻ എന്നുള്ളത് കുറഞ്ഞു പോയി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് വിഴിഞ്ഞവും ലൈറ്റ് മെട്രോയും കേരളത്തിന്റെ വരുമാന സ്രോതസ്സായിട്ട് മാറേണ്ട ഒരു കാര്യമാണ്. അതിന്റെ അടിസ്ഥാന വികസനം എന്നുള്ളത് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, കേരള ബഡ്ജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചെലവാക്കലിന്റെ ഭാഗം എടുക്കുമ്പോൾ, എക്സ്പെൻഡിച്ചറിന്റെ ഭാഗം എടുക്കുമ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. ശമ്പളവും പെൻഷനും മറ്റ് സ്ഥാപനങ്ങളുടെ, ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ നടത്തിപ്പും കഴിഞ്ഞാൽ വെറും 8%, 7%, 6% ഒക്കെ ഉള്ളൂ അടിസ്ഥാന വികസനത്തിന് വേണ്ടി മാറ്റിവെക്കാനുള്ള തുകയെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് വരുമാനം കൂട്ടുകയും കൂടുതൽ തുക നമുക്ക് ബഡ്ജറ്റ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വിഴിഞ്ഞവും അല്ലെങ്കിൽ അതിൽ നിന്നുള്ള വരുമാനവും നമുക്ക് വർദ്ധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും വിഴിഞ്ഞം പ്രോജക്റ്റ് നമുക്ക് വന്നു കഴിഞ്ഞാൽ ലോക ഭൂപടത്തിൽ കേരളം മറ്റൊരു വലിയ വികസിതമായിട്ടുള്ളൊരു സംസ്ഥാനം, ഒരു ഇന്ത്യയെ സംബന്ധിച്ച് ഒരു വലിയ ഒരു വികസിത രാജ്യമാകാനുള്ളതിന്റെ ഒരു ചാലക ശക്തിയായിട്ട് വിഴിഞ്ഞത്തിന് മാറാൻ സാധിക്കും. അപ്പോൾ അവിടെ കൂടുതൽ ഫോക്കസ് കൊടുക്കണം. കേന്ദ്ര ഗവൺമെന്റുമായി സഹകരിച്ച് തന്നെ നമുക്ക് നിരവധി പദ്ധതികൾ നമുക്ക് കൊടുക്കാൻ പറ്റും. അത് വിഴിഞ്ഞത്തിനാണെങ്കിലും ലൈറ്റ് മെട്രോയ്ക്കാണെങ്കിലും അങ്ങനെ കൊണ്ടുപോയാൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഈ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞ വലിയ പ്രശ്നം, ഇവിടുന്ന് പുറത്തേക്ക് പോകുന്ന NRIs തൊഴിലില്ലാതെ പോകുന്നതിന്റെ വലിയ പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ഗവൺമെന്റിന് വരുമാനമില്ലാത്ത പ്രശ്നങ്ങൾ, ഇതൊക്കെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ബജറ്റിൽ വിസ്മയം ഉണ്ടായില്ലേ എന്ന് ചോദിച്ചാൽ ആ വിസ്മയം എന്നുള്ള വാക്ക് തന്നെ ഒരു എക്സാജറേറ്റഡ് ആണ്. ഒരിക്കലും ഒരു ലോജിക്കല്ല. ഒന്നും കൂട്ടിയാൽ 2 ആകും, ഒന്നും കൂട്ടിയാൽ 10 ആകില്ല. കാരണം ഇതിന് വിസ്മയം എന്നുള്ളത് ഒരു അനുഭൂതിയാണ്, അനുഭവമാണ്, അല്ലെങ്കിൽ പ്രതീക്ഷയാണ്. പക്ഷെ യാഥാർത്ഥ്യം അങ്ങനെയല്ല. യാഥാർത്ഥ്യം കുറച്ചുകൂടി കടുപ്പമുള്ളതാണ്. നമ്മളൊരു പദ്ധതി പ്ലാൻ ചെയ്യുമ്പോൾ ഒരു റിയലിസ്റ്റിക് ആയിട്ട് യാഥാർത്ഥ്യബോധത്തോടെ ചെയ്യുന്ന സമയത്ത് അവിടെ വരുമാനവും ചിലവും അതോടൊപ്പം തന്നെ അതിലുണ്ടാകുന്ന കടങ്ങളും ഒക്കെ പരിഗണിച്ചെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. നമ്മളിപ്പോൾ ബജറ്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ കുറേയധികം കാര്യങ്ങൾ വിഷണം വെച്ചിട്ടുണ്ട്, കുറേയധികം കാര്യങ്ങൾ കാഴ്ചപ്പാട് വെച്ചിട്ടുണ്ട്. പക്ഷെ നടപ്പാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാരണമാണ്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആരോഗ്യ ഇൻഷുറൻസിനെ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ 25 ലക്ഷം രൂപ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ എന്ന് പറയുന്നത് ഒരു വിസ്മയം തന്നെയാണ് നടപ്പായാൽ. കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി ആയുഷ്മാൻ ഭാരത് പോലും 5 ലക്ഷം രൂപ, വയോവന്ദന യോജന 5 ലക്ഷം രൂപ നടപ്പാക്കാൻ കഴിഞ്ഞ ഗവൺമെന്റിന് സാധിച്ചില്ല. കാരണം അതിന് കൊടുക്കേണ്ടുന്ന കോൺട്രിബ്യൂഷൻ പോലും കൊടുക്കാൻ സാധിച്ചില്ല. നിരവധി രോഗികൾ നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ആരോഗ്യ പരിരക്ഷ കിട്ടാറ്, അതുപോലെ കരൾ രോഗം ബാധിച്ച് വേണ്ടത്ര ചികിത്സ കിട്ടാതെ അല്ലെങ്കിൽ അതിനുള്ള സംവിധാനമില്ലാതെ മരണപ്പെടുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് ഈ ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പണമില്ലാത്ത കാരണത്താൽ മരണപ്പെടുന്ന നിരവധി സാധാരണക്കാരുള്ള നാടാണ് ഇപ്പോൾ ശരിക്കും. നമുക്കറിയാം, ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകൾ പുതുതായിട്ട് നൽകുന്നില്ല കുറെ വർഷങ്ങളായിട്ട്. നിലവിലുള്ള ആളുകൾക്ക് തന്നെ പുതുക്കി കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ ആ സാഹചര്യത്തിൽ 25 ലക്ഷം രൂപ ആരോഗ്യ ഇൻഷുറൻസ് നടപ്പായാൽ അത് വിസ്മയമാണ്. പക്ഷെ അത് എങ്ങനെ നടപ്പാക്കാം എന്നുള്ളതാണ്. 10 കോടി രൂപ മാത്രമാണ് അതിനുവേണ്ടി അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിസ്മയം ഉണ്ടാകില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മറ്റു മേഖലകളിലും കുറേയധികം കാര്യങ്ങൾ കാഴ്ചപ്പാട് വെച്ചിട്ടുണ്ട്. വളരെ നല്ല കാഴ്ചപ്പാടുകളാണ്. നമുക്ക് സൗജന്യമായിട്ടുള്ള ബസ് യാത്ര സ്ത്രീകൾക്കുള്ളത്, നമുക്ക് അതിനെക്കുറിച്ച് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ KSRTC എന്ന് പറയുന്നത് ഒരു ഓട്ടോണമസ് ബോഡിയാണ്, ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു കോർപ്പറേഷനാണ്. അത് നമുക്കറിയാം, ഏകദേശം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട്
സഞ്ചിത നഷ്ടം ഏകദേശം 20,000 കോടി രൂപയോളം നഷ്ടത്തിലിരിക്കുന്ന ഒരു കോർപ്പറേഷനിൽ, 22,000 ജീവനക്കാരുള്ള ഒരു കോർപ്പറേഷനിൽ, 44,000 പെൻഷൻകാരുള്ള കോർപ്പറേഷനിൽ കുറെ വർഷങ്ങളായിട്ട് ഗവൺമെന്റ് നമ്മൾ ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ മാസവും 150 കോടി 200 കോടി കൊടുത്ത് ജീവൻ നിലനിർത്തി പോകുന്ന ഒരു സ്ഥാപനത്തിലാണ് നമ്മൾ സൗജന്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സൗജന്യങ്ങൾ നല്ലത് തന്നെയാണ്, പക്ഷെ അതിന് ചില മാനദണ്ഡങ്ങൾ പ്രഖ്യാപിക്കുകയോ അതോടൊപ്പം തന്നെ അതിന് നമുക്ക് എത്രത്തോളം പ്രഖ്യാപിച്ചാൽ മാത്രമേ, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അത് തുടർച്ചയായിട്ട് വരുന്ന വർഷങ്ങളിലും അത് തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ, യാഥാർത്ഥ്യബോധത്തോടു കൂടി പറയുകയാണെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് ഒരു നിസ്സാര ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ICUയിൽ കിടക്കുന്ന ഒരു രോഗിയുടെ കരൾ പകുതെടുത്താൽ എങ്ങനെ ഇരിക്കും? അതാണ് അവസ്ഥ. അതുകൊണ്ട് ബജറ്റിന്റെ വിസ്മയങ്ങൾ നടപ്പാകുന്നത് അതിന്റെ യാഥാർത്ഥ്യബോധത്തിൽ നമ്മൾ എടുക്കുന്ന, അതിന് അലോക്കേഷൻ കൊടുക്കുന്ന, അതിന് വേണ്ട നിശ്ചിത സമയം കൂടെ കൊടുക്കേണ്ടി വരും. ആ സമയം കൂടെ കൊടുത്താൽ മാത്രമേ യഥാർത്ഥ വിസ്മയം വരികയുള്ളൂ.